ഡൽഹിയിൽ കുടിവെള്ളത്തിൽ വിഷം കലർത്തിയെന്ന വിവാദ പരാമർശത്തിൽ AAP നേതാവ് അരവിന്ദ് കെജ്രിവാളിന് നോട്ടീസ് നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വിഷം കലർത്തിയതിന് തെളിവ് നാളെ രാത്രി 8 മണിക്ക് മുൻപ് ഹാജരാക്കണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു. BJP നൽകിയ പരാതിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, യമുന നദിയിൽ അമോണിയയുടെ വലിയ സാന്നിധ്യമുണ്ട്. അത്തരത്തിൽ വിഷം കലർത്തിയ വെള്ളമാണ് ഡൽഹിയിലേക്ക് എത്തുന്നത് എന്നുള്ള വിവാദ പരാമർശമാണ് കെജ്രിവാളിൽ നിന്നും ഉണ്ടായത്. ഇപ്പോൾ എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ നടപടിയെടുത്തിരിക്കുന്നത്? നിലമ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ആം ആദ്മിക്കുമൊപ്പം അരവിന്ദ് കെജ്രിവാളിനും ഉണ്ടായിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് 24 മണിക്കൂറിനുള്ളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകാൻ കെജ്രിവാളിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. കെജ്രിവാളിന്റെ പ്രസ്താവന അയൽ സംസ്ഥാനമായ ഹരിയാന യമുന നദിയിൽ വിഷം കലർത്തുന്നു എന്നുള്ളതായിരുന്നു. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഹരിയാനയിലും ഒപ്പം രാജ്യതലസ്ഥാനത്തും BJP നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ BJP നേതാക്കൾ ഇന്ന് വൈകിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് നേരിട്ട് പരാതിയും നൽകിയിരുന്നു. സംസ്ഥാനങ്ങളെ തമ്മിൽ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഇത്തരത്തിൽ വൈരുദ്ധ്യമുണ്ടാക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ തമ്മിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ പ്രസ്താവനയാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കെജ്രിവാൾ നടത്തിയത് എന്ന പരാതിയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൻപാകെ BJP നേതാക്കൾ നൽകിയത്. ഈ പരാതി കൂടി പരിശോധിച്ച ശേഷമാണ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്നതിന്റെ വിശദീകരണം, അതിന്റെ വസ്തുതകൾ എന്താണ്, അതിന്റെ വിശദീകരണം എന്താണ് എന്ന് 24 മണിക്കൂറിനുള്ളിൽ അറിയിക്കണം എന്ന് കെജ്രിവാളിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ നോട്ടീസ് നൽകിയിട്ടുള്ളത്. വലിയ തിരിച്ചടികൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചാരണത്തിൽ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുംതോറും AAPയും കെജ്രിവാളും കടുത്ത പ്രതിരോധത്തിലേക്ക് നീങ്ങുകയാണ്.